കോന്നിയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ നടത്തിയത് തികച്ചും സതുദ്ദേശ്യപരമായ വിമർശനമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച ദാസ് പി ജോർജ്. അനവസരത്തിൽ ചോദ്യം ചോദിച്ച തനിക്കാണ് വീഴ്ച പറ്റിയത്. അച്ഛൻ മകനെ വിമർശിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി തന്നെ തിരുത്തിയത്. പൊതുയോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോട് മിണ്ടരുതെന്ന് ആജ്ഞാപിച്ച വി.ഡി. സതീശനെ കുറിച്ച് മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നുവെന്നും ദാസ് പി ജോർജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുന്ന രീതിയിലാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. എൻ്റെ പ്രശ്നം ഞാൻ സംസാരിച്ച സാഹചര്യം തെറ്റായിരുന്നു. പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതി കാരണം എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം തെറ്റെൻ്റെ 100% തെറ്റെൻ്റെ ഭാഗത്താണ്. ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം അത് എന്നെ പഠിപ്പിച്ചത് പുള്ളിയാണ്. ഞാനത് അംഗീകരിക്കുന്നു. അത് അവർ ഏറ്റുപിടിച്ചോട്ടെ. പക്ഷേ വി.ഡി. സതീശൻ ഈ പറയുന്ന വീഡിയോയുടെ അവർ കണ്ടിട്ട് വേണം ഏറ്റുപിടിക്കാൻ. സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, എല്ലാ ചാനലുകാരും ആ വി.ഡി. സതീശൻ്റെ ആ പ്രതികരണവും കൂടെ ഇട്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായനും പിണറായി വിജയൻ ആരാണ്, വി.ഡി. സതീശൻ ആരാണെന്ന് മനസ്സിലായനും. വി.ഡി. സതീശൻ പറയുന്നത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ, പ്രതിപക്ഷത്തോട് പറയാനുള്ളൂ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദാസ് പി ജോർജിൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഏതായാലും ആ ചോദ്യം ചോദിച്ചത് തനിക്ക് പറ്റിയ പിഴവാണ്. അന്നത്തെ ഒരു ആവേശത്തിലാണ്. കാരണം ഒരു പാർട്ടി പ്രവർത്തനം സംബന്ധിച്ച് മുഖ്യമന്ത്രി കേരളത്തെ ഒരു കേന്ദ്രം കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വിശദമായി പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. അത് സതുദ്ദേശപരമായിരുന്നു ആ വിമർശനം മുഖ്യമന്ത്രി നടത്തിയെന്നാണ് ദാസ് പി ജോർജ് പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ദാസ് പി ജോർജ് ചൂണ്ടിക്കാട്ടിയത് വി.ഡി. സതീശൻ പറഞ്ഞത് പ്രതിപക്ഷം ഒന്ന് കണ്ടിട്ട് വേണം തനിക്കെതിരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉന്നയിക്കുക. എന്താണ് ദാസ് പി ജോർജ് പറഞ്ഞത്? സിജു പറഞ്ഞത് തന്നെയാണ് ദാസ് പി ജോർജ് പറഞ്ഞത്. അതായത് അത്തരം ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അച്ഛൻ മകനോട് നടത്തുന്ന വിമർശനം പോലെ മാത്രമേ താൻ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രി വിമർശനത്തെ ഏറ്റെടുക്കുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാരണം പ്രസംഗം നടത്തുമ്പോൾ അത് തടസ്സപ്പെടുത്തി ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ദാസ് പി ജോർജ് പറയുന്നത്. ദാസ് മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും ദാസ് പറയുന്ന കാര്യം ശരി തന്നെയാണ്. കാരണം അത്തരത്തിൽ ചോദ്യങ്ങളുണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ ചോദ്യത്തിൻ്റെ രീതി മാറിപ്പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ആ പ്രസംഗം അലങ്കോലപ്പെടുത്താനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അവസരത്തിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ദാസ് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ദാസ് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൻ്റെ ഒരു അച്ഛൻ മകനെ പോലെ വിമർശിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ പ്രതികരണവും ദാസ് കണ്ടിരുന്നു. ആ കാര്യത്തിലും ദാസ് സംതൃപ്തിയാണ്. അതിലും അപാകത കാണുന്നില്ല. മാത്രമല്ല ഈ ദാസിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന കഥ വ്യാജ പ്രചരണം നടത്തുന്ന പിന്നിലും വോട്ട് കിട്ടാൻ വേണ്ടി 4 വോട്ട് കിട്ടാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന പ്രചരണമായിട്ടാണ് ദാസ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് വി.ഡി. സതീശൻ്റെ മുൻപ് പ്രവർത്തകരോട് വി.ഡി. സതീശൻ ആക്രോശിക്കുന്ന വീഡിയോ ദാസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ കൂടിയാണ് ദാസ് പറയുന്ന വി.ഡി. സതീശൻ്റെ വാക്കുകൾ കൂടി അല്ലെങ്കിൽ അതുകൂടെ കണ്ടിട്ട് അതുകൂടെ കാണിച്ചിട്ട് വേണം പ്രതിപക്ഷം തന്നെ മുഖ്യമന്ത്രി വിമർശിച്ചത് ഏറ്റെടുക്കാൻ വേണ്ടി. അതിനോടൊപ്പം ഒരിക്കൽ കൂടി ദാസ് പറഞ്ഞതും വി.ഡി. സതീശന്റെ ആ പ്രതികരണം കൂടി കേട്ട ശേഷം സുജുവിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുന്ന രീതിയിലാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. എൻ്റെ പ്രശ്നം ഞാൻ സംസാരിച്ച സാഹചര്യം തെറ്റായിരുന്നു. പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതി കാരണം എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം തെറ്റെൻ്റെ 100% തെറ്റെൻ്റെ ഭാഗത്താണ്. ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം അത് എന്നെ പഠിപ്പിച്ചത് പുള്ളിയാണ്. ഞാനത് അംഗീകരിക്കുന്നു. അത് അവർ ഏറ്റുപിടിച്ചോട്ടെ. പക്ഷേ വി.ഡി. സതീശൻ ഈ പറയുന്ന വീഡിയോയുടെ അവർ കണ്ടിട്ട് വേണം ഏറ്റുപിടിക്കാൻ. സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, എല്ലാ ചാനലുകാരും ആ വി.ഡി. സതീശൻ്റെ ആ പ്രതികരണവും കൂടെ ഇട്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായനും പിണറായി വിജയൻ ആരാണ്, വി.ഡി. സതീശൻ ആരാണെന്ന് മനസ്സിലായനും. വി.ഡി. സതീശൻ പറയുന്നത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ, പ്രതിപക്ഷത്തോട് പറയാനുള്ളൂ. സുജു, ഏതായാലും ഈ പൊതുയോഗത്തിനിടെ ഇത്തരം ചോദ്യങ്ങൾ കടന്നു വന്നാൽ അത് പൊതുയോഗത്തെയും പ്രസംഗത്തെ തടസ്സപ്പെടുത്തുമെന്ന് കൃത്യമായി സതീശൻ അറിയാം. അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ സതീശനെ പോലെ പെരുമാറുന്നയാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്നും അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു വലിയ തരത്തിൽ വിവാദമുണ്ടാക്കാൻ സതീശനൊപ്പമുള്ളവരുടെ മാധ്യമങ്ങളിൽ ശ്രമിച്ചത്.
അതിന് കൃത്യമായ മറുപടി ഇന്ന് മുഖ്യമന്ത്രി കൊടുത്തു. ഇപ്പോൾ സതീശൻ ഇപ്പോൾ ദാസ് പി ജോർജിന്റെ രംഗത്ത് വന്ന് കൃത്യമായ സതുദ്ദേശപരമായ വിമർശനം എന്ന് പറയുകയും ചെയ്തു. ആ തെറ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി കൊടുത്ത് പോകുന്നതല്ല പൊതുയോഗം, അതിന് പത്രസമ്മേളനമുണ്ട്. വളരെ കൃത്യമാണ് ദാസ് പി ജോർജ് പറഞ്ഞതിൽ. തീർച്ചയായിട്ടും സിജു, ദാസ് പി ജോർജ് എന്ന കാര്യം വ്യക്തമാകുന്നത് സതീശൻ്റെ ഈ വീഡിയോയെ പറ്റി മാത്രമല്ല ദാസ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നിരവധി തവണ വി ഡി സതീശൻ വേദിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സതീശൻ്റെ പ്രതികരണം ചോദ്യം ചോദിക്കുന്നതോടെ അസഹിഷ്ണുതയോടെ മറുപടി നൽകുന്ന വി ഡി സതീശൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഈ വാർത്താ സമ്മേളനത്തിനില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ വാർത്തയാക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിനോ ഈ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്ന വിമർശനവും ഉണ്ട്. അതേ പൊതുവിമർശനം തന്നെയാണ് ഇപ്പോൾ ദാസ് പി ജോർജും ചൂണ്ടിക്കാട്ടുന്ന. വി ഡി സതീശൻ്റെ ഇത്തരം പരാമർശങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണിച്ച ആ തരത്തിലുള്ള വീഡിയോകൾ, ഇതെല്ലാം തന്നെ ഏറ്റെടുക്കുകയും അത് കാണിച്ച ശേഷം വേണം മുഖ്യമന്ത്രിയുടെ തനിക്കെതിരെ നടത്തിയ വിമർശനത്തെ ചൂണ്ടിക്കാട്ടേണ്ടത്. തനിക്കെതിരെ മുഖ്യമന്ത്രി ഒരു അച്ഛൻ മകനെ വിമർശിക്കുന്നുവെന്ന അർത്ഥം മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്നും ദാസ് പി ജോർജ് പറയുന്നു. എന്നാൽ വി ഡി സതീശൻ്റെ ഈ പ്രസ്താവനയും ഇത്തരത്തിലെ വീഡിയോകളും കാണിച്ചിട്ട് വേണം മാധ്യമങ്ങൾ ഇത് മുഖ്യമന്ത്രിയെ പരാമർശിക്കാൻ എന്ന് ദാസ് പി ജോർജ് പറയുന്നതിൻ്റെ അർത്ഥം വി ഡി സതീശൻ എങ്ങനെയുണ്ട് എന്ന് ആളുകൾക്ക് എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മുഖ്യമന്ത്രി ആര്, വി ഡി സതീശൻ ആര് എന്ന വ്യത്യാസം മനസ്സിലാകുമെന്നാണ് പറയുന്നത്. എന്തായാലും മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ ഈ ദാസ് പി ജോർജിന് പിന്നാലെയായിരുന്നു. ഒരുപക്ഷെ പല ആളുകളും പ്രതീക്ഷിച്ചിരുന്ന ദാസ് പി ജോർജിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്കെതിരായ ചില പരാമർശങ്ങൾ ലഭിക്കുമെന്ന ആഗ്രഹത്താലായിരിക്കാം പല ആളുകളും പ്രതികരണം തേടിയത്. എന്തായാലും അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് വസ്തുതകളായി കണ്ടുകൊണ്ട് അതിൻ്റെ വസ്തുതാപരമായി തന്നെയാണ് ദാസ് പി ജോർജ് പ്രതികരിച്ചത്. തനിക്ക് ഇന്നലെ തെറ്റുപറ്റിയെന്നും അത്തരമൊരു ചോദ്യം അനാവശ്യമായിരുന്നെന്നും അത് ശരിയായില്ലെന്നും ദാസ് പി ജോർജ് ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറ്റൊരു കൗതുകരമായ കാര്യം, ദാസ് പി ജോർജിൻ്റെ പ്രതികരണം എടുക്കാൻ എത്തിയ മാധ്യമങ്ങൾക്കെല്ലാം അവരുടെ ഒരുപക്ഷെ താല്പര്യത്തിന് വിരുദ്ധമായി തന്നെ ദാസ് പി ജോർജിൻ്റെ ആ ചോദ്യം, അതായത് കേന്ദ്രം ഫണ്ട് തടഞ്ഞാൽ കിഫ്ബിയുടെ പണം നടത്തിയാൽ വികസനം എങ്ങനെ തുടരുമെന്ന ചോദ്യം വീണ്ടും മാധ്യമങ്ങളോട് കൊടുക്കേണ്ട വന്നൊരു സാഹചര്യം കൂടി ഉണ്ടായെന്നുള്ള കൗതുകവും ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ വാർത്തയിലുണ്ട് എന്നുകൂടി പറയേണ്ടിട്ടുണ്ട് സിജു.